Next question. The joint PMF of two random variables x and y is given by PMF P of xy equal to k into 2x plus y. X എന്ന് പറയുന്നത് 1ഉം 2 ആണ്, yയും 1ഉം 2 ആണ്, 0 otherwise. Where k is the constant, find the marginal density function of x. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എക്സ് ആൻഡ് വൈ എന്നിട്ട് ചോദിച്ചിരിക്കുന്നു ആർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഇത് KTU 2017 ചോദിച്ചതാണ്. 17 മാത്രമല്ല ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് പ്രോബ്ലത്തിൻ്റെ ആൻസറിലോട്ട് പോവാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടേബിൾ വരച്ച് ചെയ്യാം. ടേബിൾ വരച്ച് ചെയ്യണോ ചെയ്യണ്ടേ നമുക്ക് ഇവിടെ വെച്ച് ഡിസൈഡ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോബബിലിറ്റീസ് എന്ന നേരത്തെ ക്വസ്റ്റ്യൻ പോലെ കണ്ടുപിടിക്കാനായിട്ടില്ല. വാല്യൂസ് എഴുതി ആഡ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷനും അതുപോലെ തന്നെ എക്സ് വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പർട്ടിക്കുലർ പ്രോബബിലിറ്റീസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് ടേബിൾ വരയ്ക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലാതെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതി ചെയ്യാം. നമുക്ക് പ്രോബബിലിറ്റീസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ടില്ല എങ്കിൽ നമ്മൾ ടേബിൾ വരയ്ക്കാതെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് PMF എന്ന് പറഞ്ഞാൽ k into 2x plus y ആണ്. അപ്പോൾ നമ്മൾ ജോയിനിൻ്റെ കേസിൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ P of x, y ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇവിടെ സമ്മേഷൻ എക്സ് 1 തൊട്ട് 2 വരെ ഉണ്ട്. എക്സ് വാല്യൂസ് 1 തൊട്ട് 2 വരെയാണ് ക്വസ്റ്റ്യനി ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വൈയും 1 മുതൽ 2 വരെയാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു സമ്മേഷൻ എക്സ് 1 മുതൽ 2 വരെ, സമ്മേഷൻ വൈ 1 മുതൽ 2 വരെ. P of x y ഈക്വൽ ടു എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? ഇവിടെ 1ഉമായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്തിട്ടില്ല. ഈക്വൽ ടു 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 2, സമ്മേഷൻ വൈ ഈക്വൽ ടു 1 to 2. PMF എന്തുവാ നമ്മുടെ ക്വസ്റ്റ്യനിലെ PMF? k into 2x plus y. k into 2x plus y ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k നമുക്ക് കോൺസ്റ്റൻറ്റ് നമുക്കിനി പുറത്തെടുക്കാം. കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് ഈ സമ്മേഷൻ വെളിയിൽ കിടക്കട്ടെ. ആദ്യം നമുക്ക് ഈ സമ്മേഷൻ അകത്തോട്ട് അപ്ലൈ ചെയ്യാം. സമ്മേഷൻ വൈ അകത്തോട്ട് അപ്ലൈ ചെയ്യാം. സമ്മേഷൻ വൈ അകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പം k പുറത്ത് പോയില്ലേ? ആദ്യം സമ്മേഷൻ വൈ നമ്മുടെ ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ k പുറത്ത് പോയി. അപ്പം ഇവിടെ ആദ്യം സമ്മേഷന് എക്സ് വൈക്ക് 1ഉം കൊടുക്കണം, വൈക്ക് 2ഉം കൊടുക്കണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 2x പ്ലസ് ആദ്യം വൈക്ക് 1 കൊടുക്കുമ്പോൾ 2x plus 1 ആദ്യത്തെ ടേം അത് വരും. പ്ലസ് സമ്മേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്ലസ്. ഇനി വൈക്ക് എന്തോ കൊടുക്കണം? അടുത്തത് 2 കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2x പ്ലസ് അടുത്ത വൈക്ക് 2 കൊടുക്കുമ്പോൾ 2x plus 2. 1 മുതൽ 2 വരെ ഉള്ളത് ആഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ k കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇവിടെ ഞാൻ വൈയുടെ സമ്മേഷൻ അപ്ലൈ ചെയ്യുവാണ്. 2x അതുപോലെ എഴുതും. വൈക്ക് ആദ്യം 1 കൊടുക്കുക, പ്ലസ് കൊടുക്കുക, സമ്മേഷൻ അല്ലേ പ്ലസ് കൊടുക്കുക, പിന്നെ എഗെയിൻ 2x പ്ലസ് എഗെയിൻ വൈക്ക് എന്തോ കൊടുക്കുക? 2 കൊടുക്കുക. അവിടെ വരെ വെച്ച് ക്യാൻസൽ ചെയ്യുക. 1 മുതൽ 2 വരെ ഉള്ള ആഡ് ചെയ്താൽ മതിയല്ലോ വൈ. അതെന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ സമ്മേഷൻ കൊടുത്തു വെച്ചു. ഇനി എക്സിൻ്റെ സമ്മേഷൻ ഞാൻ അകത്തോട്ട് കൊടുക്കും. എക്സിന് ഇനി എന്തോ ഇവിടുത്തെ കിടക്കുന്നതിലെല്ലാം എക്സിന് 1 കൊടുത്തതും ആഡ് ചെയ്യണം, എക്സിന് 2 കൊടുക്കുന്നതും ആഡ് ചെയ്യണം. എഗെയിൻ കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. ഇനി ഇവിടെ ഈ ആദ്യത്തെ ടേമിൽ ഫുള്ളും ഇവിടെ മൊത്തവും നമ്മൾ ആദ്യം എന്തോ കൊടുക്കുക? എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുക. ഞാനിത് 2x plus 1 plus 2x plus 2, 2x plus 1 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഈ ടേം മാത്രം ഇങ്ങോട്ട് എഴുതുവാണേ. ഇങ്ങോട്ട് 2x plus 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ പ്ലസ് 2x പ്ലസും പ്ലസ് ഇൻറ്റു പ്ലസ് 2 എന്ന് പറഞ്ഞാൽ പ്ലസ് 2. അത് പറഞ്ഞാൽ 2x plus 2x എന്ന് പറഞ്ഞാൽ 4x, 1 plus 2 എന്ന് പറഞ്ഞാൽ 3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി എക്സിൻ്റെ സമ്മേഷൻ അപ്ലൈ ചെയ്യുവാണ്. ഈ ടേം ഫുള്ള് ആദ്യം എക്സിന് 1 കൊടുക്കുക, ഇനി സം ചെയ്യുക, ആഡ് ചെയ്യുക, പിന്നെ എക്സിന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 into എക്സിന് 1 കൊടുത്തു, പ്ലസ് ഇവിടെ എല്ലാം ഈക്വൽ ടു 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. കാര്യം നോർമലൈസേഷൻ കണ്ടീഷൻ സമ്മേഷൻ PMF 1 ആണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 4 into 1 plus 3 വരും, പ്ലസ് സമ്മേഷൻ സമ്മേഷൻ അല്ലേ പ്ലസ്. ഇനി എക്സിന് എന്തോ കൊടുക്കുക? 2 കൊടുക്കുക. 4 into 2 plus 3. എക്സിന് 1ഉം 2ഉം കൊടുത്ത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അതെന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. കോട്ടെ. ഓക്കെ, അപ്പോൾ k ഇൻറ്റു ഇവിടെ എന്തോ കിട്ടും? ഞാൻ ഇവിടെ എഴുതാം. k ഇൻറ്റു അകത്ത് 4 into 1 plus 3 എന്ന് പറഞ്ഞാൽ 4 plus 3 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 4 into 2 plus 3 24, 8 plus 3 എന്ന് പറയുന്നത് 11 ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് k ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 7 plus 11 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 k-യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. സോ k ഈക്വൽ ടു 1/18. ഓക്കെ,
18 k equal to 1, that is k equal to 1/18. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമ്മേഷൻ ഇത് 1 ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഓരോ സ്റ്റെപ്പിലും ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ്, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. പി എക്സ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തിരിച്ചാണെന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പഠിച്ചു. സമ്മേഷൻ വൈ പി ഓഫ് എക്സ് കോമ വൈ ആണ്. സമ്മേഷൻ വൈ എവിടെ തൊട്ട് വേരി ചെയ്യുന്നു? 1 മുതൽ 2 വരെ വേരി ചെയ്യുന്നു. ദാറ്റ് ഈസ് സമ്മേഷൻ വൈ ഈക്വൾ ടു 1 to 2. പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു 2x + y ആയിരുന്നു. കോൺസ്റ്റൻറ്റ് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. എന്താ? 1/18. അപ്പോൾ പി ഓഫ് എക്സ് വൈക്ക് എന്തോ, കെക്ക് പകരം എന്തോ ഇട്ട് കൊടുക്കുക? 1/18 ഇട്ട് കൊടുക്കുക ഇൻറ്റു 2x + y. ദാറ്റ് ഈസ് 1/18 കോൺസ്റ്റൻറ്റ് പുറത്തിട്ട് എഗെയിൻ സമ്മേഷൻ വൈ ഈക്വൾ ടു 1 to 2 ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സമ്മേഷൻ വൈക്ക് ആദ്യം 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1/18 പുറത്ത് കിടക്കട്ടെ, കോൺസ്റ്റൻ്റ് ആണ്. 2x + വൈക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2x + 1 സമ്മേഷനാണ്. അപ്പോൾ സോ പ്ലസ് കൊടുക്കുക. ഇനി വൈക്ക് എന്തോ ഇട്ട് കൊടുക്കുക? 2 വരെ ആഡ് ചെയ്യണം. എക്സ് വൈ 1 തൊട്ട് 2 വരെ ആഡ് ചെയ്യണം. 1 കഴിഞ്ഞാൽ എഗെയിൻ 2, 2 വാല്യൂ കൊടുത്താൽ മതി. അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? പ്ലസ് ഇനി എഗെയിൻ 2x + വൈക്ക് എന്തോ ഇട്ട് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പം എക്സിന് വൈക്ക് 1 കൊടുത്തു, പ്ലസ് ചെയ്തു. ഈ ടേമിൽ വൈക്ക് 1 കൊടുത്തു, പ്ലസ് ചെയ്തു. വൈക്ക് 2 കൊടുത്തു. ഓക്കെ, നേരത്തെ പോലെ 2x + 1 + 2x + 2 ആഡ് ചെയ്യുമ്പോൾ 4x + 3. ഓക്കെ, 1/18 ഇൻറ്റു 4x + 3 കിട്ടി. പി എക്സ് ഓഫ് എക്സ് അത് കിട്ടി. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് കൊണ്ടുപിടിക്കുക? എഗെയിൻ സിമിലർലി നമ്മൾ ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം. സിമിലർലി നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വൈ ഓഫ് വൈ ഈക്വൽ ടു സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് വൈ ആണ്. എക്സ് വേരി ചെയ്യുന്നത് 1 മുതൽ 2 വരെയാണ്. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 2. പി എം എഫ് എന്ന് പറയുന്ന കെക്ക് വാല്യൂ കൊടുത്ത് ഞാൻ പുതിയ പി എം എഫ് എഴുതി 1/18 ഇൻറ്റു 2x + y. ഇവിടെ ആർക്കാ സമ്മേഷൻ കൊടുക്കേണ്ടത്? എക്സിനാണ് നമ്മൾ 1ഉം 2ഉം കൊടുത്ത് ആഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ 1/18 പുറത്തോട്ടിട്ടേക്കുക. ഇനി 2x + വൈക്ക് എക്സിന് ആദ്യം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 2ന് എക്സിന് പകരം 1 + y അതേപോലെ ഇടുക. സമ്മേഷൻ അല്ലേ, സോ പ്ലസ്. ഇനി വൈക്ക് എക്സിന് എന്തോ കൊടുക്കുക? 2 കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 2 × 2 + y അതേപോലെ ഇട്ടേക്കുക. ചെയ്യുമ്പം 2 × 1 എന്ന് പറഞ്ഞാൽ 2 + y + 2 × 2 എന്ന് പറഞ്ഞാൽ 4 + y. അപ്പോൾ 2 വൈകളുണ്ട്. ദാറ്റ് ഈസ് 2y. ഇവിടെ 2ഉം വരും, ഇവിടെ 4 വരും. 4 + 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം 1/18 പുറത്തുണ്ട്. 1/18 × 2y + 6. ഓക്കെ, ഇതാണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും. ഇനി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ പി ഓഫ് എക്സ് വൈ, നമ്മുടെ ക്വസ്റ്റ്യനിലെ പി എം എഫ് എന്തിനോട് ഈക്വൽ ആവും? ഇപ്പോൾ കണ്ടുപിടിച്ച മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ക്വസ്റ്റ്യനിലെ പി എം എഫും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാം. നമുക്ക് റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാം. RHS കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുവാണല്ലോ. പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ചെയ്യുക. പി എക്സ് ഓഫ് എക്സ് 1/18 ഇൻറ്റു 4x + 3 ആണ്. ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1/18 ഇൻറ്റു 2y + 6 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും 1/18 ഇൻറ്റു 1/18 വന്നപ്പോൾ തന്നെ നമുക്ക് 18 ഇൻറ്റു 18 വലിയ നമ്പറായി പോകണം. അതെന്തിനോട് ഈക്വൽ ആവത്തില്ല? നമ്മുടെ പി ഓഫ് എക്സ് വൈ എന്തായിരുന്നു ക്വസ്റ്റ്യനിലെ? പി ഓഫ് എക്സ് വൈ പറഞ്ഞ് 1/18 ഇൻറ്റു 2x + y ആയിരുന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും എന്തിനോട് ഈക്വൽ ആവത്തില്ല? നമ്മുടെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് വൈനോട് ഈക്വൽ ആവത്തില്ല. കാര്യം പി ഓഫ് എക്സ് വൈ 1/18 ഇൻറ്റു 2x + y ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പണൊക്കെ ചെയ്യുമ്പോൾ ഇതാവുമോ? ഇല്ല, അത് ഒരിക്കലും എന്തിനോട് ഈക്വൽ ആവത്തില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ, ആവത്തില്ല. പി ഓഫ് എക്സ് വൈ കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ 1/18 ഇൻറ്റു 2x + y ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. എക്സും വൈയും എന്തുമാണ്? ഇൻഡിപെൻഡൻ്റ് അല്ല. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഈക്വൽ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. Therefore x and y are not independent. ഒന്നുകൂടെ പറയാം. പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ ഇത് രണ്ടും ഈക്വൽ അല്ല. സോ വിച്ച് ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ആരൊക്കെ? എക്സും വൈയും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ പി എം എഫ് തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു x + y ഡിവൈഡഡ് ബൈ 70. എക്സ് 1 2 3 y 3 4 0 അതർവൈസ്. ഭാഗ്യം കോൺസ്റ്റൻ്റ് ഇല്ല, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കണം അല്ലേ.
എന്തൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു, കോൺസ്റ്റൻറ്റോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ഇത് കോൺസ്റ്റൻ്റ് ഇല്ല, സോ അത് വേണ്ട. ഫൈൻഡ് ഇ ഓഫ് എക്സ് ആൻഡ് ഇ ഓഫ് വൈ. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഇതിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം ഇ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ഇ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ ഇവിടെ ജോയിൻറ്റിൻ്റെ കേസിലാണ്, ക്വസ്റ്റ്യൻ ജോയിൻ്റാണ്. അപ്പോൾ ഇ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്. ഇ ഓഫ് വൈയുടെ ഇക്വേഷൻ എന്തുവാണ്? സമ്മേഷൻ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് പി എക്സ് ഓഫ് എക്സ് വേണം. വാട്ട് ഈസ് പി എക്സ് ഓഫ് എക്സ്? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് പി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി എക്സ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സമ്മേഷൻ വൈ പി ഓഫ് എക്സ് വൈ ആണ്. സമ്മേഷൻ വൈ എന്ന് പറഞ്ഞാൽ വൈ വേരി ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ 3,4 ആണ്. സോ സമ്മേഷൻ വൈ ഈക്വൽ ടു 3 to 4 പി ഓഫ് എക്സ് വൈ. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പി ഓഫ് എക്സ് വൈയിൽ സമ്മേഷൻ എക്സ് വൈക്ക് 3 ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്യുക, വൈക്ക് 4 ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എന്തോ വരും? സമ്മേഷൻ വൈ ഈക്വൽ ടു 3 to 4 പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 70 ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരും? ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. വൈക്ക് 3 കൊടുക്കുക, വൈക്ക് ഇവിടെ 4 കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് ചെയ്ത് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം വൈക്ക് 3, വൈക്കല്ലേ 3ഉം 4ഉം കൊടുക്കേണ്ടത്. വൈക്ക് 3 കൊടുക്കുമ്പോൾ എന്തുവാകും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3/70 പ്ലസ്, ഇനി എന്തോ സമ്മേഷൻ ഉള്ളതുകൊണ്ട് പ്ലസ് കൊടുത്തു. ഇനി വൈക്ക് എന്തോ കൊടുക്കുക? 4 കൊടുക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4/70 അതവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് അതുപോലെ എഴുതണം, വൈക്ക് 3 കൊടുക്കണം, ആഡ് ചെയ്യണം. എക്സ് അതുപോലെ എഴുതണം, വൈക്ക് 4 കൊടുക്കണം. ഓക്കെ, അതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പി എം എഫിൽ രണ്ടും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോ വരും? ഇവിടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3x ഡിവൈഡഡ് ബൈ 70 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 4x ഡിവൈഡഡ് ബൈ 70. ഇതിലെ കിട്ടിയത്. ഇതിൽ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതാൽ പോരെ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x. ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4x 7x. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ്, തിരിച്ച് ചിന്തിക്കണേ, സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് വൈ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ഓഫ് എക്സ് വൈയിൽ നമ്മുടെ പ്രോബബിലിറ്റി മാർക്ക് ക്വസ്റ്റ്യനിൽ പി ഓഫ് എക്സ് വൈയിൽ ആർക്കാണ് വേരിയേഷൻ കൊടുക്കേണ്ടത്? എക്സിന് 1 കൊടുക്കണം, ആഡ് ചെയ്യണം. എക്സിന് 2 കൊടുക്കണം, ആഡ് ചെയ്യണം. എക്സിന് 3 കൊടുക്കണം. ഓക്കെ, വൈ അതേപോലെ തന്നെ ഇട്ടേക്കണം. ഓക്കെ, വൈ കോൺസ്റ്റൻറ്റ്, വൈ എന്താണോ അതുപോലെ ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം എക്സിന് എന്തോ കൊടുക്കുക? എക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 70. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 70 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പി എം എഫ് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് വൈ ബൈ 70 അതവിടെ എഴുതിയിരിക്കുന്നത്. എക്സിന് 2 കൊടുക്കുക. അടുത്ത സമ്മേഷൻ ഈ എക്സിന് മാത്രം 1 കൊടുക്കണം, ആഡ് ചെയ്യണം. എക്സിന് 2 കൊടുക്കണം, ആഡ് ചെയ്യണം. എക്സിന് 3 കൊടുക്കുക. വൈ അതേപോലെ തന്നെ റിമെയിൻ ചെയ്തേക്കുക, അതവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 പ്ലസ് വൈ ബൈ 70. അടുത്ത എക്സിന് 3 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 3 പ്ലസ് വൈ ബൈ 70. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യത്തെ ടേം ആദ്യം 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം ഡിവൈഡഡ് ബൈ 70 താഴെ ഉണ്ട്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു, ഇനി അടുത്ത ഈക്വൽ ടു ഉള്ള പ്ലസ് അല്ലേ ഇവിടെ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2y ആണ് പ്ലസ് 70 താഴെ ഉണ്ട്. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 ആണ് പ്ലസ് 3 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 3y ആണ്. ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വൈ പ്ലസ് 4 പ്ലസ് 2y പ്ലസ് 9 പ്ലസ് 3y. വൈകൾ ആരൊക്കെയുണ്ട്? വൈ പ്ലസ് 2y പ്ലസ് 3y എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6y. 1 പ്ലസ് 4 പ്ലസ് 9 ആഡ് ചെയ്യുമ്പോൾ 14. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 to 3 വരെയാണ്. എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. 2x സ്ക്വയർ പ്ലസ് 7x ഡിവൈഡഡ് ബൈ 17 ആണ്.
ഓക്കെ, 1/17 ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. എക്സ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 2x² 2x³ പ്ലസ് എക്സ് ഇൻറ്റു 7x ഓക്കെ. ഇനി ഇവിടെ എക്സിന് സമ്മേഷൻ അപ്ലൈ ചെയ്യണം. എക്സിന് ആദ്യം 1 കൊടുക്കുക, ഫുൾ 1 കൊടുക്കുക, ആഡ് ചെയ്യുക. ഇനി എക്സിന് 2 കൊടുക്കുക. എക്സിന് 1 2 3 ആയിരുന്നു. എക്സിന് 2 കൊടുക്കുക, ആഡ് ചെയ്യുക. എക്സിന് 3 കൊടുക്കുക. 1/17 അങ്ങ് ഫ്രണ്ട് ഇട്ടായിരുന്നു. എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട. 1/17 മൾട്ടിപ്ലിക്കേഷൻ അല്ല, അത് സമ്മേഷന് വെളിയിട്ടിട്ട് പുറത്തങ്ങ് ഇട്ടേക്കുക. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ ത്രൂ ഔട്ട് എക്സിന് 1 കൊടുക്കുമ്പം 2 × 1³ പ്ലസ് 7 × 1² അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം എക്സിന് 1 കൊടുത്തു, സമ്മേഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്തു. ഇനി എക്സിന് എന്ത് കൊടുക്കുക? എക്സ് എന്ന് പറയുന്നത് 1 2 3 ആയിരുന്നു. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 × 2³ പ്ലസ് 7 × 2² അതാണ് ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. പ്ലസ് സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ് ചെയ്തു. ഇനി എക്സിന് 3 കൂടെ കൊടുക്കണം. എക്സ് 3 വരെ ഉണ്ട്. 2 × 3³ പ്ലസ് 7 × 3² അതുകൂടെ കൊടുക്കുക. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 170/17 കിട്ടും. അത് 2.4286 ആണ്. എഗെയിൻ E(φ) കണ്ടുപിടിക്കുക. E(φ)യുടെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സമ്മേഷൻ y ഇൻറ്റു Py(φ) ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ y എന്ന് പറയുന്നത് y വാല്യൂസ് 3ഉം 4ഉം ആയിരുന്നു റാൻഡം വേരിയബിൾസ്. y = 3 to 4 y ഇൻറ്റു Py(φ) നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/17 പുറത്തിട്ടേക്ക്. y കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ y ഇൻറ്റു 6y 6y², y ഇൻറ്റു 14 14y. 1/17 സമ്മേഷന് പുറത്തിട്ടേക്ക്. ഇനി എന്തോ വൈക്ക് ഇവിടെ ത്രൂ ഔട്ട് 3 കൊടുക്കുക, ആഡ് ചെയ്യുക. എഗെയിൻ വൈക്ക് 4 കൊടുക്കുക. അപ്പോൾ വൈക്ക് 3 കൊടുക്കുമ്പോൾ എന്ത് വരും? 6 × 3² പ്ലസ് 14 × 3 അതാണിത്. പ്ലസ് സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ്. ഇനി വൈക്ക് എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. ദാറ്റ് ഈസ് 6 × 4² പ്ലസ് 14 × 4. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 248/170 മൾട്ടിപ്ലൈ 1/170 മൾട്ടിപ്ലൈ ചെയ്ത് കിടപ്പുണ്ട്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇൻറ്റു 1/70 അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം 3.5429 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ. ഒരു ടേബിൾ തന്നേക്കുക. ഈ ടേബിളിൽ നിന്ന് നമുക്ക് വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും E(x, y) കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ടേബിളിൽ നിന്ന് വൈ ഇവിടെ എന്തൊക്കെയുണ്ട്? y 0 1 2, x എന്ന് പറയുന്ന 0 1. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Px(x)ഉം Py(y)ഉം എഴുതാലോ. വൈയുടെ നേരെ എഴുതുന്നത് Px(x) എന്ന് പറഞ്ഞാൽ എക്സിന് x = 0ക്ക് നേരെയുള്ള എക്സുകളെല്ലാം ആഡ് ചെയ്തത് ആദ്യം Px(x) വരും അല്ലേ. Px = 1 ഇവിടെ, x = 0 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. എക്സിന് 1ന് നേരെയുള്ള കറസ്പോണ്ടിങ് ഇത്രയും ടേമുകൾ ആഡ് ചെയ്യുക. അതാണ് Px(x) 2 ആകുമ്പം 1 ആകുമ്പം അതിന് നേരെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി Py(y) എന്ന് പറഞ്ഞാൽ എന്തുവാ? y = 0ക്ക് നേരെയുള്ള വൈകൾ ആഡ് ചെയ്ത് എഴുതുക. y = 1ന് നേരെയുള്ള വൈകൾ ആഡ് ചെയ്ത് എഴുതുക. y = y ക്ക് 2 നേരെയുള്ള 2 വാല്യൂ ആഡ് ചെയ്ത് എഴുതുക. അതാണ് Py(y) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ ടേബിൾ വി ക്യാൻ കാൽക്കുലേറ്റ് E(x). നമുക്ക് E(x) കണ്ടുപിടിക്കാനായിട്ടുണ്ട്. E(x)ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ x ഇൻറ്റു Px(x) ആണ്. ഓക്കെ, സമ്മേഷൻ x ഇൻറ്റു Px(x) എന്ന് പറഞ്ഞാൽ x ഇവിടെ എന്തൊക്കെയുണ്ട്? സമ്മേഷൻ x എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നുണ്ട്? x 0 to 1 ആണ്. സോ x = 0 to 1 x ഇൻറ്റു Px(x). ഓക്കെ, x 0 ആകുമ്പം കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് എക്സിന് 1 ആകുമ്പം കറസ്പോണ്ടിങ് 1 എഴുതിയിട്ട് 1 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ആദ്യം x 0 ആകുമ്പം അതിന് കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ Px(x) എന്ന് പറഞ്ഞാൽ 13 × 24 ആണ്. 13/24 ആണ്. ഇനി അടുത്ത x 1 ആകുമ്പം അതിന് കറസ്പോണ്ടിങ് Px(x) എന്ന് പറഞ്ഞാൽ 11/24 ആണ്. അപ്പോൾ എന്ത് ഇക്വേഷൻ വരും? 0 × 13/24 പ്ലസ് 1 × 11/24. ആൻസർ 11/24. E(y)യുടെ ഇക്വേഷൻ സമ്മേഷൻ y Py(y) ആണ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ y എന്ന് പറയുന്നത് y എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 2 വരെയാണുള്ളത്. അപ്പോൾ എന്തോ വരും? എന്തൊക്കെ വരും അവിടെ? y 0 ആകുമ്പം കറസ്പോണ്ടിങ് Py(y) മൾട്ടിപ്ലൈ ചെയ്യുക. y 1 ആവുന്നതിന് കറസ്പോണ്ടിങ് Py(y) മൾട്ടിപ്ലൈ ചെയ്യുക. y 2 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് Py(y) മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം, ടേബിൾ നോക്കാം. y 0 ആകുമ്പം കറസ്പോണ്ടിങ് Py(y) 7/24. സോ ദോ y ഇൻറ്റു Py(y) ആണ് സമ്മേഷൻ. സോ 0 × 7/24 പ്ലസ് y ഇൻറ്റു 10/24 പ്ലസ് 2 × 7/24 അതാണ് E(y) കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ടേബിൾ വരച്ച് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പം
24/24 1 എന്ന് കിട്ടും. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഓഫ് എക്സ്. എക്സ് ഇവിടെ എന്തൊക്കെയുണ്ട്? എക്സ് 0 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് എങ്ങനെ എഴുതും? 0 സ്ക്വയർ ഇൻറ്റു 13/24 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 11/24. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 11/24 തന്നെ കിട്ടും. ഇനി ഇ ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ സമ്മേഷൻ വൈ സ്ക്വയർ ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയറും അതിന് കറസ്പോണ്ടിങ് പി വൈ ഓഫ് വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എത്ര വൈകളുണ്ടോ അങ്ങനെ ആഡ് ചെയ്ത് പോവുക. അപ്പം ആദ്യം എന്തോ വരും? വൈ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പി എം എഫ് 0 സ്ക്വയർ ഇൻറ്റു 7/24 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 10/24 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 7/24. ഓക്കെ, സമ്മേഷൻ വൈ സ്ക്വയർ ഇൻറ്റു പി വൈ ഓഫ് വൈ ആയതുകൊണ്ട് അതിൻ്റെ വൈയുടെ സ്ക്വയർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 0 സ്ക്വയർ ഇൻറ്റു 7/24 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 10/24 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 7/24 38/24 കിട്ടും. വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ 11/24 ആണ്. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് 11/24 ആണ്. 11/24 മൈനസ് ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയറാണ്. സോ 11/24ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 143/576. വേരിയൻസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് വൈ സ്ക്വയർ മൈനസ് ഇ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇ ഓഫ് വൈ സ്ക്വയർ നമ്മൾ 13/28 കണ്ടുപിടിച്ചു. ഇ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 എന്ന് കണ്ടുപിടിച്ചു. സോ 13/24 മൈനസ് ഇ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പം 14/24 എന്ന് കിട്ടും. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഇക്വേഷൻ എല്ലാം നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ.